ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീണ്ടും മഞ്ജു വാര്യനെ കുറിച്ചിട്ടുണ്ടോ. വേട്ടേൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും വളരെയധികം ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. അല്ല, ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മഞ്ജു വാര്യരും മഞ്ജു വാര്യരുടെ ലുക്കും, മഞ്ജു വാര്യർ മറ്റുള്ള നടീനടന്മാരോടൊക്കെ അവരുടെ പെരുമാറ്റം, അതൊക്കെയാണ്. അവരെ കമ്പയർ ചെയ്യുന്നത് നയൻതാരയുടെ ഒപ്പമാണ്. നയൻതാര നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, നയൻതാര ഒരു മൂവിയുടെ പ്രൊമോഷനൊന്നും പങ്കെടുക്കാറില്ല. അവർക്ക് അവരുടേതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ കരാറിൽ പറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു മൂവി അത് വന്ന് റിലീസാവുന്ന വരെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അതിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് അല്ലേ. അതിനൊരു എന്താ പറയുന്ന ഒരു കടമയുണ്ട്. അതിന് സക്സസ്ഫുൾ ആക്കുക, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് നയൻതാര അതൊന്നും അത്ര കാര്യമാക്കാറില്ല. നയൻതാര അതിനൊന്നും പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ മഞ്ജു വാര്യർ എല്ലാ പടത്തിനും നമ്മൾ കണ്ടു. മലയാളം സിനിമ ആയിക്കോട്ടെ, ഇപ്പോൾ തമിഴ് പടങ്ങളായിക്കോട്ടെ, മഞ്ജു വാര്യർ പ്രൊമോഷനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നടി തന്നെയാണ്. അതുകൊണ്ടാണ് തമിഴ് സംവിധായകർക്കും പ്രൊഡ്യൂസേഴ്സിനും പ്രേക്ഷകർക്ക് പോലും ഇപ്പോൾ മഞ്ജു വാര്യർ വളരെയധികം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവർ തമിഴിൽ തമിഴന്മാരോട് സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ രസമാണ്. ഒരു വളരെ സ്പഷ്ടം സ്ഫുടമായിട്ടൊക്കെയാണ് തമിഴ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പോലും ഭയങ്കര പ്രൗഡ് ഒരു മൊമെൻ്റാണ്. കാരണം ഒരു ഇംഗ്ലീഷ് വാക്കൊന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ മലയാളം കലർന്ന ഒരു തമിഴ് ഉപയോഗിക്കാതെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ തമിഴ് വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. അതാണ് തമിഴ്നാട്ടിലെ പത്രങ്ങളൊക്കെ ഒരുപാട് വാഴ്ത്തി എഴുതിക്കൊണ്ടിരിക്കുന്നതും ടി വിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പല പല യൂട്യൂബ് ചാനലുകാരൊക്കെ അവരുടെ ഇൻ്റർവ്യൂ അടിക്കടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേട്ടയൻ മ്യൂസിക്കിൻ്റെ ഒരു ലോഞ്ച് വരുന്നത്, ഓഡിയോ ലോഞ്ച് വരുന്നത്. അപ്പോൾ ഓഡിയോ ലോഞ്ചിൽ മഞ്ജു വാര്യർ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ആ സോങ്ങിൽ അവർ യാതൊരു തരത്തിലുള്ള റിവീലിംഗും ഇല്ലാതെ വളരെ നല്ല രീതിയിലാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു മഞ്ഞ ചുരിദാർ ഇട്ടിട്ടാണ് മഞ്ജു വാര്യർ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റുള്ള നടിമാരൊക്കെ കുറച്ചൊരു ഗ്ലാമർ ആയിട്ടാണ് വന്നത്. പക്ഷെ മഞ്ജു വാര്യർ എന്താണോ അവരുടെ ആ ഒരു ബ്യൂട്ടി, അതിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അവരെ പ്രധാനമായിട്ടും ജനങ്ങളിലേക്ക് ആകർഷ്ടയാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മഞ്ഞ ചുരിദാർ വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ചുരിദാറാണ് അവരിട്ടിരിക്കുന്നത്. അവർ തമിഴിൽ സംസാരിച്ചു. അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ വളരെയധികം ചിരിച്ചുകൊണ്ടാണ്, പ്രസന്നതയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. എവിടെയും നമുക്കൊരു ഞാൻ ഇത്രയും വലിയൊരു ലേഡി സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിൻ്റെ എന്നുള്ളൊരു ഗർവോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവരെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള രജനി ആയിട്ടും അവരെക്കാളും ഒരുപാട് ജൂനിയർ ആയിട്ട് അതിൻ്റെ സംവിധായകൻ ജ്ഞാനവേലിനെ കുറിച്ചാണെങ്കിലൊക്കെ സംസാരിക്കുന്നത് അത്രയും പ്രൗഡായിട്ടാണ് അവർ കരുതുന്നത്. അവരെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് അഭിമാനമാണ്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഭാഗ്യമാണെന്നൊക്കെയാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. അപ്പം അത്ര സിംപിൾസിറ്റിയാണ് എല്ലാവരും മഞ്ജു വാര്യരുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അത് തന്നെയാണ് അവരുടെ സക്സസ്. ഇപ്പോഴും അവർക്ക് തമിഴിലൊക്കെ ഒരുപാട് ഓഫേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഇപ്പോൾ ഓഫേഴ്സ് കുറഞ്ഞ് വരുന്ന സമയത്താണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മെഗാ മൂവിയിലേക്ക് അവരിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്, ലാലേട്ടൻ്റെയാണ്. അതേപോലെയാണ് ഇപ്പോൾ അമിതാഭ് ബച്ചനും അതുപോലെ തന്നെ രജനീകാന്തും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മൂവിയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം മഞ്ജു വാര്യർക്ക് ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പല പല പ്രശസ്തരായ ഒരുപാട് നടിമാർക്ക് പോലും ഇല്ലാത്ത ഒരു ഭാഗ്യമാണ് മഞ്ജു വാര്യർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മഞ്ജു വാര്യർ അഭിനയത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ് പോയാലും തമിഴിൻ്റെ ലാംഗ്വേജൊക്കെ അനായാസമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ രജനീകാന്തിൻ്റെ ഒപ്പം തന്നെ അവർ എങ്ങനെയായിരിക്കും എന്നൊന്നും ആർക്കും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ അഭിനയിച്ച് തകർത്തിട്ടുണ്ടാവും തന്നെ. നമുക്ക് ഇപ്പോൾ റിലീസാവുന്നത് ഒക്ടോബർ 10-നാണ്. ആളുകളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ആ ഒരു സോങ് ഒക്കെ വരുമോ അങ്ങനെയൊക്കെ പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 10-ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ പറയാൻ വിചാരിച്ചെന്ന് വെച്ചാൽ, ഓഡിയോ ലോഞ്ചിൽ മഞ്ജു വാര്യരുടെ ആ സിംപിൾസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അധികം ഗ്ലാമറസ് ഒന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് വന്നു. പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി മഞ്ജു വാര്യർ. അത് തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ മനസ്സിലായോ ആ സോങ് റിലീസ് ചെയ്തതിന് ശേഷം, അതിൻ്റെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം, അതിൻ്റെ ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം, പിന്നെ അവരെ ആ ഒരു റിഹേഴ്സൽ എടുക്കുന്ന ഒരു വീഡിയോ വന്നു. അതൊക്കെ വൈറലാണ്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് വേട്ടയൻ്റെ റിലീസിങ്ങിന്. അപ്പോൾ എന്തായാലും വേട്ടയൻ ഒരുപാട് ഹിറ്റാവട്ടെ, മെഗാ ഹിറ്റാവട്ടെ. മഞ്ജു വാര്യർക്ക് അതൊരു നല്ല ഒരു ചുവടുവെപ്പ്, മുന്നോട്ടൊരു ചുവടുവെപ്പും കൂടെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 40-46 വയസ്സായാലും അതൊന്നും ഒരു ഏജേ അല്ല എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. സത്യമല്ലേ? നമ്മൾ മഞ്ജു വാര്യർ കാണുമ്പോൾ അത്ര പ്രായം തോന്നില്ല. അവർ കാണിക്കുന്ന അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒരു വയസ്സായ ഒരു സ്ത്രീയെ പോലെ ഒന്നുമില്ല. അവരിപ്പോഴും വളരെയധികം എനർജറ്റിക് ആണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അവരതിനെ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും മഞ്ജു വാര്യർക്ക് ഒരുപാട് ആശംസകൾ നേരാണ്. മെഗാ ഹിറ്റിലോട്ട് തന്നെ വേട്ടയൻ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.